കടുപ്പം കുറഞ്ഞ കഥയിലെ ബാലകഥാ സീരീസിൽ നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളും കളിത്തോഴരും എന്ന ബാലകൃതിയിലെ ആദ്യത്തെ കഥയാണ്. ദിയാൻകയും തോംചിക്കും. കഴിഞ്ഞ ദിവസം പാൽപാത്രത്തിനടുത്തേക്ക് എത്തുന്ന കുഞ്ഞ് ചെന്നായ്ക്കുട്ടികളിലാണ് നമ്മൾ നിർത്തിയത്. തുടർന്ന് കേൾക്കാം. ചാരനിറമുള്ള ഒരു ചെറിയ മുഖം പുറത്തേക്ക് എത്തി നോക്കി. തൊട്ടടുത്ത് മറ്റൊന്നുകൂടി പ്രത്യക്ഷപ്പെട്ടു. ചെന്നായ്ക്കുട്ടികൾ ഇഴഞ്ഞ് പുറത്തു വന്ന് ചുറ്റും നോക്കിയിട്ട് സാവധാനം പാൽപാത്രത്തിനടുത്തേക്ക് നടന്നു. അതിനടുത്തെത്തിയപ്പോൾ പേടിയുടെ കാര്യം അവ മറന്നെന്ന് തോന്നി. കാലുകൾ കവച്ചു വെച്ച് നിന്നുകൊണ്ട് അവ പാൽപാത്രത്തിൽ നിന്ന് റൊട്ടി കഷ്ണങ്ങൾ തപ്പിയെടുത്ത് തിന്നു തുടങ്ങി. അവ വിറയ്ക്കുകയും പരസ്പരം തള്ളി മാറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരേ സമയത്ത് തന്നെ തിന്നുകയും മുരളുകയും ചെയ്തിരുന്നത് കൊണ്ട് ഭക്ഷണം അവയുടെ തൊണ്ടയിൽ തടഞ്ഞു. അവ പാൽപാത്രത്തിലേക്ക് തന്നെ ചുമച്ചതിനാൽ പാലിൽ കുമിളകളുണ്ടായി. തിന്നുന്നതിനുള്ള വ്യഗ്രതയിൽ അവ എന്നെ കണ്ടില്ല. ഞാൻ ശബ്ദമുണ്ടാക്കാതെ അടുത്തെത്തി. അവ പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ ആയിരുന്നു. വലിയ വയറും വലിയ പാദങ്ങളുമായിരുന്നു. അവയുടെ വാൽ നേർത്ത് രോമം കുറഞ്ഞതും ചെവികൾ കൂർത്ത് നിവർന്നു നിൽക്കുന്നതുമായിരുന്നു എന്നതാണ് പട്ടിക്കുഞ്ഞുങ്ങളിൽ നിന്ന് അവയ്ക്കുണ്ടായിരുന്ന വ്യത്യാസം. വളരെ വേഗം പാത്രം കാലിയായി. എന്നിട്ടും അവ ജോലി തുടർന്നുകൊണ്ടിരുന്നു. ഒരെണ്ണം പാത്രത്തിനുള്ളിൽ 4 കാലും കുത്തി നിന്ന് അത് നക്കി തുടച്ചു തുടങ്ങി. മറ്റേ ചെന്നായ്ക്കുട്ടി തല ഉയർത്തി. അത് പേടിച്ച് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് നിന്നു. അത് പരിഭ്രമിച്ചു നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അതിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് താലോലിക്കാനായി കൈ നീട്ടി. ഒറ്റക്കടി. എനിക്ക് കൈ വലിച്ചെടുക്കാൻ സമയം കിട്ടിയില്ല. ചെന്നായ്ക്കുട്ടി തിരിഞ്ഞോടി. നീചൻ! കേവലം ഒരു ശിശു ആയിരുന്നുവെങ്കിലും തന്നെ തലോടാൻ അതാരെയും അനുവദിക്കുകയില്ലായിരുന്നു. അതെന്റെ വിരൽ കടിച്ചെടുത്തേനെ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അതിന് റൊട്ടിയും പാലും കൊടുത്തതോ? ശരി, ഇനി ഞാൻ കാണിച്ചു കൊടുക്കാം. അവയോട് അങ്ങോട്ട് കയറി ചങ്ങാത്തം പിടിക്കാൻ ഞാൻ ശ്രമിച്ചില്ല. എങ്കിലും അവയുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചു. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ മറ്റു കുട്ടികൾ ചുറ്റും കൂടി. ചെന്നായ്ക്കുട്ടികളെ നീ കണ്ടോ? അവ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒന്നാന്തരം ചെന്നായ്ക്കളാണവ. കൂസലില്ലാതെ ഞാൻ പറഞ്ഞു. ഇതിനകം തന്നെ അവയ്ക്കെന്നെ പരിചയമായി കഴിഞ്ഞു. ഞാൻ പറയുന്നവ അനുസരിക്കും. അവയ്ക്ക് പേരിടുന്നത് എന്തായിരിക്കണം എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അടുത്തൊരിടത്ത് കിടന്ന തടിക്കഷ്ണങ്ങളിൽ ഞങ്ങളിരുന്ന് കൂടി ആലോചിച്ചു. ഒന്നാണും ഒന്ന് പെണ്ണുമാണെന്ന് അച്ഛൻ പറഞ്ഞിരുന്നത് കൊണ്ട് ഞങ്ങൾ അവയ്ക്ക് തോംചിക് എന്നും ദിയാൻക എന്നും പേരിട്ടു. ഉച്ചയായപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ആഹാരം കൊണ്ടുവന്നു. കോഴി കൊക്കുന്നത് പോലെയുള്ള ശബ്ദമുണ്ടാക്കി ഞാൻ അവയെ വിളിച്ചു. ചെന്നായ്ക്കുട്ടികൾ ഇഴഞ്ഞ് പതുക്കെ പുറത്തു വന്ന് തീറ്റ തുടങ്ങി. ഞാൻ വാതിൽ മലർക്ക തുറന്നിട്ടു. ഞങ്ങളുടെ പട്ടികൾ അകത്തേക്ക് വന്നു. അവ ചെന്നായ്ക്കുട്ടികളെ ഉപദ്രവിക്കും എന്ന് പേടിച്ച് അവയെ ആട്ടി ഓടിക്കാൻ ഞാൻ മുതിർന്നു. എന്നാൽ വാൽ കാലുകൾക്കിടയിൽ തിരുകിക്കൊണ്ട് മുഖത്ത് വലിയ പുഞ്ചിരിയുമായി ചെന്നായ്ക്കുട്ടികൾ പട്ടികളുടെ സമീപത്തേക്ക് ഓടിയെത്തുകയാണ് ചെയ്തത്. അവ പട്ടികളുടെ മൂക്കിൽ നക്കാൻ ശ്രമിക്കുകയും മലർന്നു കിടന്ന് കാലുകൾ കുടഞ്ഞ് പട്ടിക്കുഞ്ഞുങ്ങളെ പോലെ കളിക്കുകയും ചെയ്തു. പട്ടികളെ കണ്ട് അവ ചെന്നായ്ക്കളാണെന്ന് തെറ്റിദ്ധരിച്ചത് കൊണ്ടാവാം ആ ചെന്നായ്ക്കുട്ടികൾ ഇത്ര തുള്ളിച്ചാടിയത്. പക്ഷെ പട്ടികൾ മുറുമുറുത്തു. ചെന്നായ്ക്കുട്ടികളിലായിരുന്നില്ല, തീറ്റപാത്രത്തിലായിരുന്നു അവയ്ക്ക് താല്പര്യം. അവ പാത്രം മണത്ത് നോക്കിയിട്ട് അതിൽ അവശേഷിച്ചിരുന്നത് അകത്താക്കിയ ശേഷം സ്ഥലം വിട്ടു. പട്ടികളെ കണ്ടുകിട്ടിയതിലുള്ള സന്തോഷം കൊണ്ട് ചെന്നായ്ക്കുട്ടികൾ പേടിയും മുൻകരുതലും മറന്ന് അവയുടെ പിന്നാലെ ഓടി. ആലയിൽ നിന്ന് വളരെ ദൂരം എത്തിയതിനു ശേഷമാണ് അവ പേടിച്ച് ചുറ്റും നോക്കിയത്. കാടുപോലൊന്നും ആയിരുന്നില്ല ആ മുറ്റം. അവിടെ ഒരു പിടിവണ്ടി കിടക്കുന്നത് കണ്ട് അവ നിലത്തോട് ചേർന്ന് പതുങ്ങിയിരുന്നു. എന്നാൽ കുറെ നേരം കഴിഞ്ഞിട്ടും വണ്ടി അനങ്ങുന്നില്ല. തങ്ങളെ ആക്രമിക്കാൻ അത് ഒരുമ്പെടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അവയ്ക്ക് ധൈര്യമായി. കഴുത്ത് നീട്ടി പിടിച്ചുകൊണ്ട് അവ ഒടുവിൽ മുറ്റത്തിന്റെ നടുക്കെത്തി. അപ്പോഴും അവ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചെന്നായ് കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പട്ടികൾ വളരെ മുമ്പ് തന്നെ ഉമ്മറത്തെത്തിയിരുന്നു. ചെന്നായ്ക്കുട്ടികൾ ദയനീയമായി മോങ്ങിയെങ്കിലും പട്ടികൾ തിരിച്ചു വരാൻ കൂട്ടാക്കിയില്ല. കുറെ കഴിഞ്ഞ് ചെന്നായ്ക്കുട്ടികൾ വീണ്ടും ഓട്ടം തുടങ്ങി. കഷ്ടകാലത്തിന് അവ കളപ്പുരയുടെ അടുത്തുകൂടിയാണ് കടന്നുപോയത്.
ലൂട്ട് എന്നു പേരുള്ള ഞങ്ങളുടെ പെൺപട്ടി കളപ്പുരയിൽ പ്രസവിച്ചു കിടക്കുകയായിരുന്നു. ചെന്നായ്ക്കുട്ടികൾ തന്റെ കുഞ്ഞുങ്ങളെ പിടിക്കാൻ വരികയാണെന്ന് ലൂട്ട് നിശ്ചയിച്ചു. അവൾ പാഞ്ഞു ചെന്ന് ടോംചിക്കിനെ കഴുത്തിന് പിടിച്ചു പൊക്കി ദേഷ്യത്തോടെ കുടഞ്ഞു തുടങ്ങി. ഞങ്ങൾ സഹായത്തിന് ഓടിയെത്തി. ലൂട്ട് അതിനെ വിട്ടു. ടോംചിക്കും ദിയാൻകയും ആലയിലേക്ക് ഓടിപ്പോയി. അടുപ്പിനടിയിലേക്ക് നുഴഞ്ഞു കയറി അവ നിശ്ചലരായിരുന്നു. പാവം ടോംചിക്ക് ആദ്യമായി പുറത്തിറങ്ങിയപ്പോൾ അവന് പറ്റിയത് കണ്ടില്ലേ? അപരാധബോധത്തോടെ ഞങ്ങൾ ആലയ്ക്ക് ചുറ്റും കൂടി നിന്നു. അടുപ്പിനടിയിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ട് ഞങ്ങൾ ചെന്നായ്ക്കുട്ടികളെ മൃദുസ്വരത്തിൽ വിളിക്കുകയും സ്വാദുള്ള പല സാധനങ്ങളും ഇട്ടുകൊടുത്തു നോക്കുകയും ചെയ്തു. ഞങ്ങൾ കൊടുത്തതെല്ലാം തിന്നെങ്കിലും സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് പകരം അവ ദേഷ്യത്തോടെ മുരളുകയാണ് ചെയ്തത്. എന്നാൽ ഇത്രയധികം ശോഭിച്ചിരുന്നിട്ടും അവയ്ക്ക് വളരെയധികം നേരമൊന്നും അടുപ്പിനടിയിൽ പതുങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആദ്യം തല പുറത്തേക്ക് കാട്ടിയത് ദിയാൻകയായിരുന്നു. അവൾ അടുപ്പിനടിയിൽ നിന്ന് ഇഴഞ്ഞ് പുറത്തു വന്ന് കുറച്ചു സമയം ഇരുന്നിട്ട് വീണ്ടും അടുപ്പിനടിയിലേക്ക് തന്നെ ഓടിപ്പോയി. പിന്നീട് ടോംചിക്കും കൂടി ഇറങ്ങി വന്നു. അവന്റെ ചെവിയിൽ അല്പം ചോര പുരണ്ടിരുന്നു. തലയിലെ രോമം അലങ്കോലപ്പെട്ടിരുന്നു. കണ്ണിന് താഴെ ഒരു പോറലുണ്ടായിരുന്നു. അവൻ തല കുടയുകയും മുറിവുള്ള ചെവി നിലത്തേക്ക് വളച്ചു പിടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവർ രണ്ടുപേരും മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് ആലയുടെ പടിമേൽ തൊട്ടിരുന്നു. അശരണരായ രണ്ട് ജീവികൾ. പിറ്റേ ദിവസവും അങ്ങനെ തന്നെ കഴിഞ്ഞു. എന്നാൽ മൂന്നാം ദിവസം രാവിലെ ഞാൻ ആഹാരം കൊണ്ടുവന്നപ്പോൾ അവ വാതിലിനടുത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ദിയാൻകയ്ക്കാണ് അവളുടെ സഹോദരനേക്കാൾ ധൈര്യം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വിളിക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് അവളായിരുന്നു. പാത്രം കണ്ടാലുടനെ അവൾ കൊതിയോടെ ചിറി നക്കി തുടങ്ങും. ദിയാൻക എൻ്റെ പിന്നാലെ മുറ്റത്തേക്ക് വന്നു. ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാതെ അവൾ പടികൾ ചവിട്ടിക്കയറി എൻ്റെ പിറകെ ഉമ്മറത്തെത്തി. ടോംചിക്ക് താഴെ നിന്നതേ ഉള്ളൂ. ഞങ്ങൾ ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ദിയാൻകയെ നോക്കി എല്ലാവരും പുഞ്ചിരിക്കുകയും സ്വാദുള്ള എന്തെങ്കിലുമൊക്കെ അവൾക്ക് തിന്നാൻ കൊടുക്കുകയും ചെയ്തു. അതൊക്കെ അകത്താക്കിയിട്ട് സംതൃപ്തിയായി അവൾ സഹോദരന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു. ഭീരുവായ ടോംചിക്ക് അവളുടെ ചിറി മണത്ത് നോക്കി. സ്വാദുള്ള എന്തോ അവൾ തിന്നുകയായിരുന്നു എന്നവന് മനസ്സിലായി. അവൻ സ്വന്തം ചിറി നക്കിക്കൊണ്ട് വീണ്ടും മണം പിടിച്ചു. ദിയാൻക സന്തുഷ്ടിയായി അവിടെ നിന്നു. അവളുടെ കണ്ണുകൾ മുത്തുകൾ പോലെ തിളങ്ങി. വയറൊരുപാട് നിറഞ്ഞതുകൊണ്ട് അവൾക്ക് വാല് താഴേക്കിടാൻ കഴിഞ്ഞില്ല. അതൊരു കമ്പ് പോലെ മുകളിലേക്ക് പൊങ്ങി നിന്നു. ധൈര്യശാലിയാകുന്നത് എത്ര നല്ലതാണ് എന്നവൾ പറയുകയാണെന്ന് തോന്നി. പിന്നീട് ചുറ്റുപാടും ഒന്ന് പരിശോധിക്കാൻ രണ്ടുപേരും പുറപ്പെട്ടു. ഇപ്പോൾ അവർക്ക് മുമ്പിലത്തെ പോലെ പേടിയുണ്ടായിരുന്നില്ല. അവർ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നിട്ട് വീടിന് വലം വെച്ച് തോട്ടത്തിലെത്തി. ഞാൻ ശബ്ദമുണ്ടാക്കാതെ പിന്നാലെ ചെന്നു. തോട്ടത്തിലെത്തിയപ്പോൾ അവർക്ക് കാടിന്റെ ഓർമ്മ വന്നു എന്ന് തോന്നി. അവർക്ക് കൂടുതൽ ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടായി. കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് അവർ പാഞ്ഞു. കുറെ കഴിഞ്ഞ് തുറസായ സ്ഥലത്തേക്ക് ഓടി വന്ന് അവർ കളി തുടങ്ങി. കളി മതിയാക്കി അവർ വീണ്ടും മരങ്ങളുടെ ഇടയിൽ മറഞ്ഞു. അവർ ഓരോ മരവും ഓരോ ചെടിയും മണത്തു നോക്കി. ഒടുവിൽ ക്ഷീണിച്ച് ചെറി മരങ്ങളുടെ ഇടയിൽ കിടന്ന് ഉറങ്ങി. ഞാൻ അവരെ അവിടെ വിട്ടിട്ട് വീട്ടിലേക്ക് പോന്നു. കുറെ കഴിഞ്ഞ് ഭക്ഷണവുമായി വന്ന് അവരെ വിളിച്ചു. പക്ഷെ അവരവിടെ ഉണ്ടായിരുന്നില്ല. അവർ വരുന്നുണ്ടോ എന്ന് ദൂരത്തേക്ക് ഉറ്റു നോക്കിക്കൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും വിളിച്ചു. ഒടുവിൽ ഞാൻ പാത്രം പുല്ലിൽ വെച്ചു. ഒരു കമ്പൊടിച്ച് പാത്രത്തിലെ ആഹാരം ഇളക്കിക്കൊണ്ട് ഞാൻ പുല്ലിലിരുന്നു. അവർ എവിടെ പോയി? എനിക്ക് വെപ്രാളമായി. പെട്ടെന്ന് ഞാനിരുന്നതിന് തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിൽ രണ്ട് തലകൾ കണ്ടു. അവർ ശബ്ദമുണ്ടാക്കാതെ അവിടെ നേരത്തെ തന്നെ എത്തി എൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു എന്ന് തോന്നി. അവർ എൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ അറിയാതിരുന്നത് കൊണ്ട് ഞാൻ ബധിരയാണെന്ന് ഒരുപക്ഷെ അവർ വിചാരിച്ചു കാണും. പക്ഷെ ഞാൻ എങ്ങനെ അറിയാനാണ്? തടിച്ച ഒതുക്കമില്ലാത്ത ദേഹമായിരുന്നു അവരുടേത്. എങ്കിലും അവർ ഒരു ശലഭത്തിന്റെ അത്ര ഒച്ച പോലും കേൾപ്പിച്ചിരുന്നില്ല. അവർ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പുല്ലിൽ നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങിയതുപോലെ ഭാവിച്ചു. തോട്ടത്തിലെത്തിയത് മുതൽ തങ്ങൾ സ്വതന്ത്രരാണ് എന്നൊരു ബോധം അവർക്കുണ്ടായി. അതുകൊണ്ടാണോ എന്തോ, എന്നെ അവതോ ഇനി അവർക്ക് എന്നെ പരിചയമായി കഴിഞ്ഞതുകൊണ്ടാണോ
അറിയില്ല. അവർ തീരെ മര്യാദയില്ലാതെയാണ് എന്നോട് പെരുമാറിയത്. ഒന്ന് എൻ്റെ മുഖത്തേക്ക് തന്നെ വന്ന് ശ്വാസം വിട്ടു. മറ്റേത് എൻ്റെ മുടിയും ഉടുപ്പും പിടിച്ചു വലിച്ചു. ദിയാൻക എൻ്റെ ചെരുപ്പ് ഊരിയെടുത്ത് കുറ്റിക്കാട്ടിനുള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അത് തട്ടിയെടുക്കാൻ തോംചിക്ക് അവളുടെ പിന്നാലെ പുറപ്പെട്ടു. ഒടുവിൽ അവരുടെ ആ പുതിയ കളിപ്പാട്ടം ഞാൻ കൈക്കലാക്കിയപ്പോൾ അത് അതീവ ദയനീയമായ സ്ഥിതിയിലായിരുന്നു. അന്ന് പകൽ മുഴുവൻ അവർ തോട്ടത്തിൽ കളിച്ചു. രാത്രിയിലും അവിടെ തന്നെ തങ്ങി. ദിവസങ്ങൾ അങ്ങനെ പലത് കഴിഞ്ഞുപോയി. ചെന്നായ്ക്കുട്ടികൾക്ക് തോട്ടത്തിൽ പരിപൂർണ സ്വാതന്ത്ര്യമായിരുന്നു. എപ്പോഴും അവർക്ക് വയറ് നിറച്ച് തിന്നാൻ കൊടുക്കുന്നതിലായിരുന്നു എൻ്റെ ശ്രദ്ധ. വിശന്നാൽ അവർ സ്വയം ഒരു നായാട്ടിന് പുറപ്പെട്ടേക്കാം എന്ന് ഞാൻ ഭയന്നു. അതിരാവിലെ 5 മണിക്കാണ് ആദ്യത്തെ ഭക്ഷണം. അത്ര നേരത്തെ ആരെയും ഉണർത്തേണ്ട എന്ന് കരുതി തലേ രാത്രി തന്നെ ഭക്ഷണം തയ്യാറാക്കി ഞാൻ കട്ടിലിനടുത്ത് വെക്കാറുണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചാലുടനെ ഞാൻ ജനൽ വഴി തോട്ടത്തിലേക്ക് ഇറങ്ങി ചെന്നായ്ക്കുട്ടികളെ തീറ്റും. അവർ തിന്നു കഴിഞ്ഞാൽ ആ പാത്രം എടുത്ത് തിരികെ ജനലിൽ കൂടി തന്നെ മുറിയിലേക്കെത്തി ഞാൻ കിടന്നുറങ്ങും. ചെന്നായ്ക്കുട്ടികൾ ജനലിനടുത്തു വരെ എന്നെ അനുഗമിക്കും. ഞാൻ എന്നെങ്കിലും സമയത്തിന് ഉണർന്നില്ല എങ്കിൽ അവർ ജനലിന് കീഴെ എത്തി പിൻകാലുകളിൽ നിന്ന് തല പൊക്കി പിടിച്ച് മോങ്ങിത്തുടങ്ങുക പതിവായിരുന്നു. എൻ്റെ കട്ടിൽ ജനലിനടുത്താണ് കിടന്നിരുന്നത്. ഞാൻ ഉണർന്ന് തല പുറത്തേക്കൊന്ന് നീട്ടിയാൽ ഉടനെ അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. വളരെ വേഗം അവർ എന്നോട് ഇണങ്ങി. എനിക്ക് അവരോട് വലിയ സ്നേഹമായിരുന്നു. ദീർഘനേരം അവരെ പിരിഞ്ഞിരിക്കാൻ എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ അവരോടൊപ്പം ദിവസവും കൂടുതൽ നേരം കളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ പുല്ലിൽ കുത്തിമറിയുകയും തോട്ടത്തിൽ ഓടി നടക്കുകയും ചെയ്തു. ഞാൻ വായിക്കാനായി തോട്ടത്തിലെത്തിയ ഉടനെ അവർ ഓടിയെത്തി എനിക്ക് അഭിമുഖമായി ഇരിക്കും. ഏതാനും നിമിഷങ്ങൾ അങ്ങനെ ഇരുന്നിട്ട് അവർ എന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങും. ഒരു ദിവസം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദിയാൻകയ്ക്ക് കലശലായ മുഷിവ് തോന്നി. അവൾ കോട്ടുവായിട്ടുകൊണ്ട് പുസ്തകത്തിന് മുകളിൽ കയറിയിരുന്നു. ഞാൻ അവളെ തള്ളി മാറ്റി. മലർത്തി ഇട്ട് ഞാൻ അവളുടെ പിൻകാലുകളിൽ പിടിച്ച് പുല്ലിലൂടെ ഇഴച്ചു കൊണ്ടുപോയി. ഈ സമയത്ത് തോംചിക്ക് എൻ്റെ പുസ്തകം തട്ടിയെടുത്ത് അതിയായ ആഹ്ലാദത്തോടെ പിച്ചു ചീന്തി. അവർക്ക് രസകരമായ ഒരു ശീലമുണ്ടായിരുന്നു. തീറ്റി കഴിയുമ്പോൾ അവരുടെ വയർ വീർത്ത് സ്തംഭിച്ചിരിക്കും. അപ്പോൾ അവർ വയർ പുല്ലിൽ ഉരുമിക്കൊണ്ട് നിലത്ത് കിടന്ന് ഇഴയും. അതൊരു അത്ഭുതമായിരുന്നു. വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും തിരുമൽ ഒരു നല്ല ചികിത്സാ രീതിയാണെന്ന് അവർക്കറിയാമായിരുന്നു. ദിയാൻകയും തോംചിക്കിനെയും കുറിച്ചുള്ള കഥ ഇന്നത്തെ എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം. ബാക്കി കഥ നാളെ തുടരാം.